ദൈവത്തിൻ്റെ വചനം ഒരാളുടെ പ്രാർത്ഥനയേക്കാൾ വലുതാണ്. ഒരുപക്ഷെ ഒരാൾ പ്രാർത്ഥിക്കുന്നു, ഒന്നും നടന്നില്ല, പക്ഷെ ഒരു വചനത്തിൽ നിങ്ങൾ നിലയുറപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ദൈവം ഒരുക്കി തരാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിന് പ്രസംഗിക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അതിൽ അത്ഭുതമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നയാളാണ്. നിങ്ങൾ വചനം വായിച്ചപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ചിലതൊക്കെ നമ്മളിൽ മുളച്ചു വരുന്നത്. ഹല്ലേലൂയ, അത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നലെ ഞാൻ ഇവിടെ വന്നവരോട് ജസ്റ്റ് മൈക്കില്ലാതെ പ്രസംഗിച്ചിരുന്നു. അതൊന്നും കൂടെ പറയുക, ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലതൊക്കെ നമ്മളിൽ മുളച്ചു വരും. അതിനെ പറിച്ചു കളയരുത്. ചിലത് നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടാകുന്നതായിരിക്കും, ചിലത് ദൈവം മുളപ്പിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈബിളിൽ ഒരു വാക്കുണ്ട്, വിതക്കാരൻ വിതച്ചു